പീരുമേട് തോട്ടപ്പുര വളഞ്ഞങ്ങാനം പഴയ പാത തുറന്നു ലഭിച്ചാൽ ഏറെ പ്രയോജനം ലഭിക്കുക പീരുമേട്ടിലെ പ്ലാക്കത്തടം ആദിവാസി വിഭാഗങ്ങൾക്കാണ്. രാജഭരണകാലത്തുള്ള ഈ പാത തുറക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ മുൻപോട്ട് വയ്ക്കുന്നത്. നിലവിൽ പീരുമേട്ടിലെ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്കത്തടത്തെ ജനങ്ങൾ കിലോമീറ്റർ താണ്ടി വേണം പുറംലോകത്തെത്തുവാൻ. ഈ പാത തുറന്നു ലഭിച്ചാൽ കോട്ടയം അടക്കമുള്ള മേഖലകളിലേക്ക് ഇവർക്ക് എളുപ്പമാർഗത്തിൽ കടന്നു ചെല്ലാനാകും. കൂടാതെ മേഖലയുടെ വികസനത്തിലും ഈ റോഡ് മുതൽക്കൂട്ടാകുമെന്നാണ് പ്ലാക്കത്തടത്തെ ഊരുമൂപ്പൻ രാഘവൻ പറയുന്നത്. കോട്ടയം കുമളി റോഡ് വരുന്നത് ആദ്യമേ ശ്രീചിത്ര മഹാരാജാവിൻ്റെ കാലത്ത് പണിത് വന്ന റോഡാണ്. വളഞ്ഞാങ്ങാനത്ത് വന്ന പീരുമേട് തോട്ടാപ്പുര വഴി പീരുമേട് കുമളി എന്നിങ്ങനെയായിരുന്നു. അത് കാലക്രമേണ അതുവഴിയുള്ള ബസ് വാഹന സൗകര്യം നിർത്തി പോയതാണ്. റോഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ റോഡ് നമുക്ക് തുറന്നു കിട്ടുവാണെങ്കിൽ പല കാര്യങ്ങളും സർക്കാരിനും ഗുണമുണ്ട്, ഞങ്ങൾക്കും ഗുണമുള്ളതാണ്. കിലോമീറ്ററുകൾ ലാഭമുണ്ട്, പൈസ ഞങ്ങൾക്കും പോക്ക് പറയാനൊക്കെ പൈസയും കുറവ് കിട്ടുന്നതാണ്. അപ്പം ഞങ്ങളും 80-90 കുടുംബത്തോളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പോക്ക് വരവിനൊക്കെ വളരെ സൗകര്യമായി ആകുമായിരുന്നു. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട എൻ്റെ അധികൃതരോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ആ റോഡ് തുറന്നു കിട്ടാനുള്ള സൗകര്യം ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഒരു അനുകൂല നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ഉയർത്തുന്നുണ്ട്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പിടിവാശിയാണ് റോഡ് തുറന്നു നൽകുന്നതിൽ ഇപ്പോൾ വിലങ്ങുതടിയായി മാറിയിരിക്കുന്നത്. MLA വാഴൂർ സോമൻ അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനോടകം നിരവധി ചർച്ചകൾ നടന്നെങ്കിലും ഫലമുണ്ടായിട്ടില്ല. പൊതുമരാമത്തിന്റെ രേഖകളിൽ ഈ റോഡുണ്ട്.